കേരളത്തിൽ മഴ ശക്തമാകുമ്പോൾ നമ്മൾ പതിവായി കേൾക്കുന്ന വാർത്തകളാണ് നദികൾ കരകവിഞ്ഞൊഴുകുന്നു, നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു, അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ. എന്നാൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളും വെള്ളപ്പൊക്കം നേരിടുന്നില്ലേ? അവർ എന്താണ് ചെയ്യുന്നത്? കാലാവസ്ഥ വ്യതിയാനം ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും ചൈനയിലും ജപ്പാനിലും ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാറുണ്ട്. പക്ഷേ പല രാജ്യങ്ങളും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ വെള്ളപ്പൊക്കത്തെ ഒരു പ്രകൃതിയുടെ ദുരന്തമായി മാത്രം കാണുന്നില്ല, മറിച്ച് അത് ജലനിർവഹണത്തിൻ്റെ, നഗരാസൂത്രണത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും വിഷയമായി കാണുന്നു. കേരളത്തിനും ഇതിൽ നിന്ന് പഠിക്കാൻ ധാരാളമുണ്ട്. നെതർലൻഡിൻ്റെ വലിയൊരു ഭാഗം കടൽ നിരപ്പിന് താഴെയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി വെള്ളപ്പൊക്കം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു കാലത്ത് അവർ ഉയരമുള്ള കരിങ്കട്ടുകൾ നിർമ്മിച്ച് നദികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് അവർ ഒരു വലിയ സത്യം മനസ്സിലാക്കി. നദിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നദിക്ക് ഒഴുകാൻ ആവശ്യമായ സ്ഥലം നൽകുന്നതാണ് സുരക്ഷിതം എന്ന്. ഇതിൽ നിന്നാണ് റൂം ഫോർ ദ റിവർ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിൽ എന്താണ് ചെയ്തത്? നദീതീരങ്ങളിൽ ഉണ്ടായിരുന്ന ചില നിർമ്മിതികൾ മാറ്റി, പഴയ വെള്ളപ്പൊക്ക സമതലങ്ങൾ തിരികെ കൊണ്ടുവന്നു, നദിയുടെ വീതി വർദ്ധിപ്പിച്ചു, അധിക വെള്ളം സുരക്ഷിതമായി പടരാൻ പ്രത്യേക മേഖലകൾ സൃഷ്ടിച്ചു. അവർ നദിയെ ജയിക്കാൻ ശ്രമിച്ചില്ല, നദിയുടെ സ്വഭാവത്തെ അംഗീകരിച്ചു. കേരളത്തിൽ എന്താണ് സ്ഥിതി? നദികളുടെ ഇരുവശങ്ങളും വീടുകളും റിസോർട്ടുകളും കെട്ടിടങ്ങളും വ്യാപിപ്പിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നദിയുടെ സ്വാഭാവിക വീതിയും കുറഞ്ഞു. അതുകൊണ്ട് മഴ ശക്തമായാൽ വെള്ളത്തിന് പരക്കാൻ സ്ഥലമില്ല. ഒടുവിൽ അത് ജനവാസ മേഖലകളിലേക്ക് കയറുന്നു. കേരളത്തിനും ചില നദികളിൽ പ്രളയ സമതലങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ സ്വീകരിക്കേണ്ട സമയമാണിത്. ചൈനയിലേക്ക് വരാം. ചൈനയിൽ സ്പോഞ്ച് സിറ്റി ഉണ്ട്. ചൈനയിൽ അതിവേഗ നഗരവൽക്കരണം കാരണം നഗരങ്ങളിൽ വെള്ളപ്പൊക്കം വലിയ പ്രശ്നമായി മാറി. അവർ ചോദിച്ച ചോദ്യം വളരെ വ്യത്യസ്തമായിരുന്നു. മഴവെള്ളം എത്ര വേഗത്തിൽ പുറത്തേക്ക് കളയാം എന്നതല്ല, എത്ര വെള്ളം നഗരത്തിൽ തന്നെ ആഗിരണം ചെയ്യാം എന്നതാണ്. ഇതാണ് അവരെ സ്പഞ്ച് സിറ്റി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. ഒരു സ്പോഞ്ച് വെള്ളം ആഗിരണം ചെയ്യുന്നത് പോലെ നഗരവും മഴവെള്ളം ആഗിരണം ചെയ്യണം. അതിന് അവർ ചെയ്തത് എന്താണ്? കോൺക്രീറ്റിന് പകരം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന പ്രത്യേക റോഡുകൾ നിർമ്മിച്ചു. വലിയ പാർക്കുകൾ മഴവെള്ള സംഭരണ കേന്ദ്രമാക്കി. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ ഗ്രീൻ റൂഫുകൾ നിർമ്മിച്ചു. മഴവെള്ളം ഭൂഗർഭത്തിലേക്ക് ഇറങ്ങാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി. ഫലമെന്തായി? ഒരേ അളവിലുള്ള മഴ ലഭിച്ചാലും വെള്ളക്കെട്ട് ഗണ്യമായി കുറഞ്ഞു. കേരളത്തിലെ നഗരങ്ങൾക്കും ഈ മാതൃക വളരെ പ്രസക്തമാണ്. ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജപ്പാനിൽ ശക്തമായ മഴയും ചുഴലിക്കാറ്റും പതിവാണ്. ടോക്കിയോ നഗരത്തിന് സമീപം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനം നിർമ്മിച്ചു. വലിയ ഭൂഗർഭ ടണലുകളും ഭീമൻ ജലസംഭരണികളും നിർമ്മിച്ച് മഴവെള്ളം താൽക്കാലികമായി അവിടെ സംഭരിക്കുന്നു. മഴ അവസാനിച്ച ശേഷം ആ വെള്ളം പതുക്കെ നദിയിലേക്ക് വിടുന്നു. ഇത് സാധാരണ ഡ്രെയിനേജ് അല്ല, നഗരത്തെ സംരക്ഷിക്കുന്ന ഒരു ഭൂഗർഭ സുരക്ഷാ കവചമാണ്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഇതുപോലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും കേരളത്തിന് ഗുണം ചെയ്യും. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ചെറിയ തോതിൽ ആധുനിക മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ വികസിപ്പിക്കാനാകും. സിംഗപ്പൂരിൽ മഴവെള്ളം ഒരു പ്രശ്നമല്ല, അതൊരു വിഭവമാണ്. രാജ്യത്ത് പെയ്യുന്ന മഴയുടെ വലിയൊരു ഭാഗം ശേഖരിച്ച് കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. കേരളത്തിനും മഴ ധാരാളമുണ്ട്, പക്ഷേ മഴവെള്ള സംഭരണത്തിൽ നാം ഇപ്പോഴും പിന്നിലാണ്. കേരളം ആദ്യം ചെയ്യേണ്ട 5 കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകാം. 1. നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക. ഇവ പ്രകൃതിയുടെ വലിയ സംഭരണികളാണ്. 2. നദികളും കനാലുകളും ശാസ്ത്രീയമായി പുനർജീവിപ്പിക്കുക. ചെളിയും മാലിന്യവും നീക്കി ഒഴുക്ക് മെച്ചപ്പെടുത്തണം. 3. നഗരങ്ങളിൽ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കണം. എല്ലായിടത്തും കോൺക്രീറ്റ് മാത്രം മതിയാകില്ല. 4. പുതിയ റോഡുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുമ്പോൾ മഴവെള്ള പഠനം നിർബന്ധമാക്കണം. ഒരു വികസനം നടത്തുമ്പോൾ അതിനു മുമ്പായി ജലപാതകളെ ഒന്ന് പഠിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ടും നല്ല കാര്യമായിരിക്കും. 5. ശാസ്ത്രീയ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തമാക്കണം. ഉപഗ്രഹ ഡാറ്റയും റഡാർ വിവരങ്ങളും പ്രാദേശിക ഭരണകൂടവുമായി ബന്ധിപ്പിക്കണം. കേരളത്തിന് പണം കുറവാണോ? ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഇതുപോലുള്ള വികസന പദ്ധതികൾ നടക്കാതെ പോകുന്നത്? പലരും പറയും ഇതെല്ലാം വലിയ ചെലവുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഓരോ വർഷവും ദുരിതാശ്വാസത്തിനും നഷ്ടപരിഹാരത്തിനും റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കാനും കേരളം ചെലവഴിക്കുന്ന തുക അതിലും കൂടുതലാണ്. ദുരന്തത്തിന് ശേഷം ചെലവിടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അത് വരാതിരിക്കാൻ അതിനനുസരിച്ചുള്ള നിക്ഷേപം നടത്തുന്നത്. സാമ്പത്തികമായും ലാഭം ഉണ്ടാക്കുവാനും കഴിയും. ഒരു റോഡ് പണിയുന്നത് മാത്രം വികസനമല്ല, ആ റോഡ് മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതും വികസനമാണ്. ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് മാത്രം വികസനമല്ല,
അതിൻ്റെ മഴവെള്ളം എവിടേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണക്കാക്കുന്നതും വികസനമാണ്. ഒരു കായൽ സംരക്ഷിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, അത് ഭാവിയിലെ വെള്ളപ്പൊക്കത്തിനെതിരായ സുരക്ഷാ നിക്ഷേപമാണ്. കേരളം മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ പ്രശ്നം മഴയല്ല, മഴ സ്വീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറല്ല എന്നതാണ്. പ്രകൃതിയെ ജയിക്കാൻ ശ്രമിക്കുന്ന വികസനം ദീർഘകാലം നിലനിൽക്കുന്നില്ല. പ്രകൃതിയുമായി സഹകരിക്കുന്ന വികസനമാണ് ഭാവി. നെതർലൻഡ് നദിക്ക് ഇടം നൽകി, ചൈന നഗരങ്ങളെ സ്പോഞ്ചാക്കി, ജപ്പാൻ ഭൂഗർഭത്തിൽ വെള്ളത്തിന് ഇടം നൽകി, സിംഗപ്പൂർ മഴവെള്ളത്തെ സമ്പത്താക്കി. അപ്പോൾ കേരളം എന്തു ചെയ്യും? ഓരോ മഴക്കാലവും കഴിഞ്ഞ് നഷ്ടങ്ങൾ മാത്രം എണ്ണുമോ? അല്ലെങ്കിൽ ലോകം വിജയകരമായി നടപ്പാക്കിയ മാതൃകകളിൽ നിന്ന് പഠിച്ച് പുതിയൊരു കേരളം നിർമ്മിക്കുമോ? ഈ ചോദ്യം സർക്കാർ മാത്രമല്ല, ഓരോ പൗരനും സ്വയം ചോദിക്കേണ്ട സമയമാണിത്. ഇന്ന് നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് അടുത്ത തലമുറയ്ക്കെങ്കിലും ഭയം കൂടാതെ സ്വന്തം വീട്ടിൽ കഴിയാൻ അവസരം നൽകുന്നത്. മഴയെ തടയാൻ മനുഷ്യന് കഴിയില്ല, പക്ഷേ മഴ ദുരന്തമാകാതിരിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കാൻ മനുഷ്യന് തീർച്ചയായും കഴിയും. അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയും ശാസ്ത്രീയ സമീപനവും പൊതുജനങ്ങളുടെ സഹകരണവും ഒരുപോലെ ആവശ്യമാണ്. കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ആകാശത്ത് പെയ്യുന്ന മഴയല്ല, ആ മഴയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്.